ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ല, എനിക്കറിയാം. ഞാൻ ഷോർട്സിലായിരുന്നു മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്തായാലും വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ കറൻ്റ്ലി ഇന്ന് ഏതാ ദിവസം, ചെസ്റ്റും ബൈസപ്പും അടിക്കണം. ഞാൻ ആം ഡേ ബ്രേക്ക് ചെയ്തു. ട്രൈസപ്പ് ഷോൾഡറിൻ്റെ ഒപ്പം ചെസ്റ്റിനൊപ്പം ബൈസപ്പാണ് ഇപ്പോൾ അടിക്കണത്. അങ്ങനെ വലിയ ലോജിക്കലി വേറെ ഇതൊന്നല്ല, ലെഗ് 2 ദിവസം വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 3 days ട്രെയിനിങ്, ഒരു ദിവസം റെസ്റ്റ്, പിന്നെ 2 days ട്രെയിനിങ്, അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ. സെയിം പ്രീ വർക്കൗട്ട് മീൽ എന്നതേം പോലെ തന്നെ റൈസ്, ചിക്കൻ, പിന്നെ വെജീസും. ഒരു 2 hours മുന്നേ 4 മണിക്ക് വർക്കൗട്ട് ചെയ്യാൻ കയറും. അതുകൊണ്ട് മീലിൽ വ്യത്യാസമൊന്നുമില്ല, ഞാൻ മീലിൽ ഇപ്പോൾ എടുത്തോണ്ടിരാം. ഒരു ഉണ്ടാക്കാൻ വെച്ചിരിക്കണം. ഇനി തൊട്ട് റെഗുലറായി വ്ളോഗ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ടൈം കിട്ടണില്ല എനിക്ക് ഇങ്ങനെ ഫുൾ ഫ്ലെഡ്ജഡ് വീഡിയോന് എടുക്കാനായിട്ട്. പക്ഷെ നമ്മൾ എന്തായാലും വിൽ മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. മീലെടുത്തിട്ട് വരാം. സോ എപ്പോഴത്തെ പോലെ തന്നെ സെയിം മീൽ തന്നെ. ഇത് ഏകദേശം കഴിച്ചിട്ട് ഒരു 2 hours ട്രെയിൻ ചെയ്യാൻ പോകും. അപ്പോൾ വയറും എം ടി ആവും. ട്രെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആവില്ല. റൈസ് പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എനിക്ക് ബ്ലോട്ടിങ് ഇഷ്യൂസ് വരാറില്ല. എനിക്ക് ട്രെയിൻ ചെയ്യണ കൂടെ അത് വന്നു കഴിഞ്ഞാൽ മൂടാ പോകും ഇങ്ങോട്ട്. അതുകൊണ്ട് തന്നെ കഴിക്കുന്നു, കുറച്ച് നേരം ചില്ല് ചെയ്യുന്നു, ദെൻ നമ്മൾ വിൽ ഗോ ടു ജിം. ഇപ്പം എത്ര മണി? ഏകദേശം 2 മണിയായി. ഇപ്പോൾ കഴിക്കുമ്പോഴേക്ക് 2:30 ആവും. പിന്നെ ഇതിൻ്റെ ഒപ്പം കേട് എടുത്തിട്ടുണ്ട് ഞാൻ, ഒരു 60 grams, ഏകദേശം 600 calories മീൽ. അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, നന്നായിട്ട് ഉറക്കം കിട്ടിയിട്ടുണ്ട്. സോ ട്രെയിനിങ് നന്നായി പോകേണ്ടതാണ്. കഴിക്കുന്നു, എന്നിട്ട് പറഞ്ഞ പോലെ ജിമ്മിക്ക് 4 മണിയാകുമ്പോൾ പോകുന്നു. ജിമ്മിലെത്തി. വീഡിയോ എടുക്കണവൻ വരണേക്ക് ഒരു 10 minute മുന്നേ ഞാൻ എത്തി. കാരണം പ്രോപ്പറായി വാമപ്പ് ചെയ്യണം. ഇന്ന് 35 kgs, ഒരു 9 reps ആണ് പ്ലാൻ ചെയ്യണത്. ലൈക്ക് 6, 7, 8 വരും. പിന്നെ വീണ്ടും ചിലപ്പോൾ 7 ആവും, 8 ആവും. പക്ഷെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആ 8 rep റേഞ്ചിൽ. ഞാൻ 9 reps ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നന്നായി വാമപ്പ് ചെയ്യണം. നിങ്ങളും ചെയ്യണം, എല്ലാവരും വാമപ്പ് ചെയ്യണം ചെസ്റ്റ് റൊട്ടീന് മുന്നേ. കാരണം ഇഞ്ചറി പെട്ടെന്ന് വരാം. നന്നായി വാമപ്പ് ചെയ്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഇൻക്ലൈൻ മൂവ്മെൻറ്റ്, ഒരു ഡിക്ലൈൻ മൂവ്മെൻറ്റ്, പിന്നെ ഒരു ഫ്ലൈ. അത് കഴിഞ്ഞിട്ട് ബൈസെപ്സിലേക്ക്. ആസ് ഓഫ് നൗ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഇപ്പോൾ ഒരു ഫ്രണ്ടും ഉണ്ട് വർക്കൗട്ട് ചെയ്യാൻ. മെല്ലെ മെല്ലെ നമുക്ക് കാര്യങ്ങൾ പറയാം. അവൻ 40 അടിക്കാനല്ലേ. ഞാൻ ജസ്റ്റ് റൊട്ടേഷനൊക്കെ ചെയ്തിട്ട് പിന്നെ വാമപ്പ് ചെയ്യും. ലൈക്ക് ഒരു 20 kgs വാമപ്പ് ചെയ്യും, 25 kgs വാമപ്പ്, ചിലപ്പോൾ 30 kgs വാമപ്പ് ചെയ്യും. എന്നിട്ടാണ് 35ലേക്ക് പോകാറ്. അപ്പോൾ ലൈക്ക് ഒരു 2-3 reps അടിക്കുള്ളൂ കേട്ടോ. കുറേ ഒന്നും ട്രെയിൻ ഔട്ട് ചെയ്യില്ല എനർജീനെ. ഞാൻ 35 കഷ്ടപ്പെടുകയാണ്. അവൻ 40 അടിക്കാൻ പ്ലാൻ ചെയ്യണമെന്ന്. മോട്ടിവേഷൻ പോയി, എന്തായാലും അടിക്കണപ്പോൾ. ഞാൻ എൻ്റെ ഒരു റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ചിട്ട് കുഴിച്ചടിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അതാണ് ഇവൻ 40 അടിക്കാൻ പോണേ. ക്ലീൻ റെപ്സ് ആണ് ടാർഗറ്റ് ചെയ്യണേ. 10 പോകുന്നാണ് പറയണേ. നോക്കാം. 1, കുറച്ചുകൂടി ഇറക്കിക്കോ. 2, ഇപ്പോൾ കൂടി ഇറക്കിക്കോ. 3, പോടാ. 4, കൺട്രോൾ ചെയ്തേ. തല പിന്നിക്കാൻ വെച്ചോ. 5, പോടാ. 6, പോടാ. 7, പോടാ. 8, സപ്പോർട്ടില്ല. അടിച്ചോ 2 അടിച്ച മതി. നോട്ടെനിക്ക് പറ്റും വിട്ടോ. 6, 7, one more. പറ്റൂ. Push. Support. One more. Ah. 35 into 9 reps. Clean ആയിരുന്നു reps. ലാസ്റ്റ് 2 സപ്പോർട്ട് ചെയ്തടിച്ചു, 10 and 11.
അത് നമ്മൾ കൂട്ടില്ല, പക്ഷെ എന്നാലും ഫെയിലിയറിലേക്ക് പോകാനുള്ള രീതിയിൽ. സോ 35 × 9, 35 × 10 കറക്റ്റ് ആകുമ്പോൾ 40 kgs നീങ്ങും ഞാൻ. ഇപ്പോൾ ഫുള്ള് കുറച്ച് കാലത്തേക്ക് ഇൻസ്റ്റ കത്തി നിൽക്കായിരുന്നല്ലോ, ദ മാൻ ഹിംസെൽഫ് ഇഷാന്ത് തക്കൂറിൻ്റെ അലിഗേഷനൊക്കെ ആയിട്ട്. എൻ്റെ ഒരു ടേക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, ആ ഫിസിക്കൊക്കെ നാച്ചുറലി അറ്റൈനബിൾ ആണ്, അത്ര വലിയ ഇമ്പ്രസീവ് ഫിസിക്കൊന്നല്ല. പക്ഷേ ഹീ ഷുഡ് ഹാവ് ബീൻ മോർ റെസ്പോൺസിബിൾ. ഒരു സംഭവം എടുക്കുകയാണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണമായിരുന്നു. പക്ഷെ കൂടുതലായിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം അതെന്താണോ ആൾ ഡീൽ ചെയ്യുക അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. പക്ഷെ എൻ്റെ ഒപ്പീനിയനിൽ ആ ഫിസിക്കൊക്കെ നാച്ചുറലി ഈസിലി അറ്റൈനബിളാണ്. ബോഡി ഫാറ്റ് കുറച്ച് കുറയണു, മസിൽ മാസ് ഉണ്ട് ആൾക്ക് ട്രെയിൻ ചെയ്തതിൽ നിന്നും. ഓണസ്റ്റ് ആവാത്തതിൻ്റെ സൈഡ് എഫക്ട്സ് ഇതാണ്. നമ്മളിനി 35 സെക്കൻഡ്സ് ട്രൈ ചെയ്യണം, ഒരു 7 reps. നേരത്തെ 9 reps പോയി, 7 നോക്കാം. അതേപോലെ 35 × 7 ട്രൈ ചെയ്യാൻ നോക്കണം. വെങ്കോക്കിൻ്റെ സോങ്ങാണ്, എന്തായാലും അടിക്കണം. പറ്റും പറ്റും പറ്റും. ഒറ്റയ്ക്ക് പറ്റും, ഒറ്റയ്ക്ക് പറ്റും. ചേട്ടാ സപ്പോർട്ട് ചെയ്തോളി. ആ 2 സെറ്റ് 35 ഞാൻ കാണിച്ച പോലെ അടിച്ചു. തേർഡ് സെറ്റ് 30 kgs അടിച്ച കുറച്ച് നമ്പർ ഓഫ് റെപ്സ് കൂട്ടിയിട്ട്. ഇനി നെക്സ്റ്റ് മൂവ്മെന്റ് ഡിക്ലൈനിലോട്ടാണ് വരണേ. ഡിക്ലൈൻ ആസ് എ മൂവ്മെന്റ് ഞാൻ ചെയ്യാറില്ല, പക്ഷെ എനിക്ക് ഈ ഒരു എക്സസൈസ് ഭയങ്കരമായിട്ട് ലൈക്ക് കണക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഇപ്പം ഇൻകോപ്പറേറ്റ് ചെയ്ത ട്രെയിനിങ്ങിൽ. അപ്പം ഇതും ഒരു 3 sets തന്നെ. തല അടിക്കും. ആ പോട്ടാ, അടിച്ചോ പോട്ടാ, അടിക്കി അടിച്ചോ, ഒരെണ്ണം ഓടി അടിച്ചോ, അടിച്ചേ. ഇനിയുണ്ട്, 2 ഓടി ഉണ്ട്, ഇനിയുണ്ട്. അപ്പോൾ എൻ്റെ മിക്ക എല്ലാ സെറ്റും ഫെയിലിയറിലേക്കാണ്. സയൻറ്റിഫിക്കലി അങ്ങനെയൊന്നും ഇല്ല, കാരണം ആകെ ഒരു ദിവസം ട്രെയിൻ ചെയ്യണല്ലോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു വീക്ക്ലി ബേസിസിൽ. അതുകൊണ്ട് തന്നെ റിക്കവർ ആകാൻ പ്ലെൻറ്റി ഓഫ് ടൈമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സെറ്റ്സും ഫെയിലിയറിലേക്കാണ് കൊണ്ടുപോകണേ. പറ്റും 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 വിട്ടു. One more. ഇപ്പം എൻ്റെ മെജോറിറ്റി ഓഫ് ട്രെയിനിങ്ങിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഭയങ്കര മെല്ലെ അടിക്കണേ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ സയൻറ്റിഫിക്കലി നല്ലതല്ല എന്നാണ് കേൾക്കണേ കുറേ റീലൊക്കെ കാണുമ്പോൾ. പക്ഷെ ഞാൻ ജെന്യുവൻലി താല്പര്യം പെടുന്നത് ട്രെയിൻ ചെയ്യാൻ ഭയങ്കര മെല്ലെ കൺട്രോൾ ചെയ്ത് അടിക്കണതിലൂടെയാണ്. ഞാനത് ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാൽ ഞാൻ പറയാനുള്ളത് ഫുൾ റേഞ്ച് ഓഫ് മോഷനിലൂടെ ഏതൊരു എക്സസൈസിനെ കൊണ്ടുപോവുക. പ്ലസ് ഇന്ന് ഞാൻ ചെസ്റ്റ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ബൈസപ്പ് ഞാൻ നിങ്ങൾ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. സോ ജസ്റ്റ് ഇനി നമ്മൾ ഒരു സെറ്റ് തീർത്തു, 2 more sets ഓഫ് ഡിക്ലൈൻ. ഇനി പലർക്കും താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യണേ, ഞാൻ ഡ്രോപ്പ് സെറ്റ് അടിക്കാൻ പോവുക. 6 reps പോയുള്ളൂ, ലാസ്റ്റ് റെപ്പ് ഫെയിലിയറായി, അത് മേത്തിരുന്നതിനെ. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് സെറ്റ് അടിക്കണു, ഒരു 5 reps ഓടി. ആറ് സെറ്റ് തീർന്നു. ഇനി നമ്മൾ ഫ്ലൈ വേരിയേഷനിലേക്ക് കിടക്കണേ. പെഗ് ഡെക്ക് 2 sets പെർഫോം ചെയ്യാനാണ് പ്ലാൻ. സോ സ്ലോ ആൻഡ് കൺട്രോൾഡ് ഹയർ നമ്പർ ഓഫ് റെപ്സിന്. ഒരു കാര്യം എന്ന് പറയുന്നത് കുറേ ആൾക്കാർ എൻഹാൻസ്ഡ് ആണെങ്കിലും അവർ പറയില്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ എൻഹാൻസ്ഡ് ആണെങ്കിൽ ആദ്യം പറയുക,
പിന്നെ പിടിച്ചുകൊണ്ട് അല്ല അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിലിപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണോ എൻഹാൻസ്ഡ് ആണോ അതിനെല്ലാവരും റെസ്പെക്ട് ചെയ്യും ഓഫ് കോഴ്സ്. അപ്പോൾ നാച്ചുറൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാം, അല്ലാണ്ട് ഒരുമാതിരി ഡിസോണസ്റ്റ് ആവരുത്. എങ്ങനെ പോയാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങളുടെ ഫിസിക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ ഓണസ്റ്റ് ആവണതിൻ്റെ ഒരു മാറ്റർ ഓഫ് ഫാക്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. എനിക്കും ഇപ്പം ഞാനിപ്പോൾ അഥവാ എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ 10 മിനിറ്റ് സ്റ്റോറി വരെങ്കിലും എടുത്തു എന്നുണ്ട്. കാരണം ഓണസ്റ്റ് ആവുന്നതാണ് ബെറ്റർ. ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ഹോപ്പ് കൊടുക്കാൻ പറ്റിയ ആൾക്കാർക്ക് നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റണേ, എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളതിനെ റിയലിസ്റ്റിക് ടാർഗറ്റ് കുറേ പേർക്ക് കൊടുക്കണം. കാരണം സോഷ്യൽ മീഡിയ അങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. ഒരു ഫിസിക്ക് ഒരു കൊല്ലത്തോണ്ട് ഇത്ര മാറ്റം വരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറ്റം ഉണ്ടാവുമോ, ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലേ. അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയറിൽ നിങ്ങൾക്ക് എങ്ങനെ സബ്സ്റ്റാൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റൂ ഫ്രം സ്ക്രാച്ച്. എനിക്ക് അത്ര പോസിബിളായി തോന്നുന്നില്ല അത്. അപ്പോൾ ഓണസ്റ്റ് ആവുക. പക്ഷെ സപ്പോർട്ട് ചെയ്യാന്നടാ. One more. Okay. സെറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ പെഗ് ഡെക്കും തീർത്തു. ഹയർ നമ്പർ ഓഫ് റെപ്സിന് ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് കേബിൾ ഫ്ലൈസ് ആണ്. അതും ഹയർ നമ്പർ ഓഫ് റെപ്സിന് തന്നെ. ടോട്ടൽ 9 സെറ്റ്സ് ചെസ്റ്റ് ഡേ. ഞാനിങ്ങനെയാണ് പ്ലാൻ ചെയ്യാറ്. അത്യാവശ്യം നന്നായിട്ട് ഇൻക്ലൈനിൽ നമ്മൾ ഫെയിലിയർ എത്തിച്ചു. ഇൻക്ലൈനാണ് ബിൽഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട് പ്രസ്സിലൂടെ. സോ ലാസ്റ്റ് സെറ്റ് കേബിൾ ഫ്ലൈ. Come on. അക്ഷുത്തെ ഇപ്പൊ പഠിക്കാം. ഞാൻ ഇപ്പൊ കുറച്ചുകൂടി ഫെയിൽ ആവും. അവിടെ ഉണ്ട്. ഓക്കെ. സോ വർക്കൗട്ട് തീർന്നു. ഞാൻ പറഞ്ഞ പോലെ ബൈസപ്പിൻ്റെ വർക്കൗട്ട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ അതിൽ ചെയ്യാം സെപ്പറേറ്റ് വീഡിയോ. ഇപ്പോൾ 5 സെറ്റ്സ് ആണ് ഞാൻ ബൈസപ്സിന് പെർഫോം ചെയ്യാറ്. പോസ് ചെയ്ത് നോക്കാം, ചെസ്റ്റിൻ്റെ പമ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ എൻഡ് ഓഫ് ചെസ്റ്റ് ഡേ. ഇനി മാക്സിമം എത്ര സൈസ് ആവാൻ പറ്റുന്നു അതാണ് എൻ്റെ പ്ലാൻ ഈ ഒരു ഫുൾ ഇയർ. ഇപ്പോൾ കറൻ്റ്ലി 60 kgs ആണ്. 65 ഒക്കെ എത്തിക്കാൻ. കാർബോഹൈഡ്രേറ്റ് ഇപ്പോൾ അത്യാവശ്യം ഞാൻ ഏകദേശം 350 grams ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാട്ടറി ആയിട്ടുള്ളൊരു ലുക്ക് ഫിസിക്കലി വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ആപ്സൊക്കെ കുറച്ച് വിസിബിലിറ്റി കുറഞ്ഞത്. പക്ഷേ രണ്ടും വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ കുറച്ച് ഓഫ് ഷേപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫോർ ദ ബെറ്റർ ഗുഡ് എന്ന് പറയണ പോലെ. അപ്പോൾ that's all for this one. See you until next time. Stay strong.